നിയമസഭയിൽ മന്ത്രി OR കേളുവിനോട് ചോദിച്ച ചോദ്യത്തിന് വിചിത്ര മറുപടി ലഭിച്ചെന്ന പരാതിയുമായി രമേശ് ചെന്നിത്തല. ഫയലിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം ശേഖരിക്കാനാണ് മറുപടി നൽകിയത്. ഇത് സഭയിലെ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അവജ്ഞയാണെന്ന് രമേശ് ചെന്നിത്തല പരാതിയിൽ പറയുന്നു. KR സാജു ചേരുന്നു. സാജു, കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ മാസം 18-നായിരുന്നു രമേശ് ചെന്നിത്തല മന്ത്രി OR കേളുവിനോട് നക്ഷത്ര ചിഹ്നമിടാത്ത ഗണത്തിൽപ്പെടുന്ന ഒരു ചോദ്യം ഉന്നയിച്ചത്. ഹരിപ്പാട് മണ്ഡലത്തിലെ സൈബർ ശ്രീ യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. ഹരിപ്പാട് മണ്ഡലത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന സൈബർ ശ്രീ സെന്ററിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന്റെ കാരണം വ്യക്തമാക്കാമോ എന്നായിരുന്നു ചോദിച്ചത്. അതിനകത്ത് രണ്ടാമത്തെ ഉപചോദ്യമുണ്ട്. അതിങ്ങനെയായിരുന്നു: ഹരിപ്പാട് സൈബർ ശ്രീ സെന്ററിനെ സംബന്ധിച്ച സെക്രട്ടേറിയറ്റിലെ SSC ST DD A3-286/2022 നമ്പർ നടപ്പ് കുറിപ്പ് ഫയലുകളുടെ പകർപ്പുകൾ ലഭ്യമാക്കാമോ എന്നായിരുന്നു ആ ചോദ്യം. അതിന് ഉദ്യോഗസ്ഥർ MLAക്ക് ആ ഫയലുകൾ നൽകുകയല്ല ചെയ്തിരിക്കുന്നത്. ചോദ്യത്തിന് മറുപടിയായി പകരം വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചോളൂ എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം ശേഖരിക്കാവുന്നതാണ് എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും കിട്ടാത്ത മറുപടികൾ അല്ലെങ്കിൽ ഫയലുകളുടെ പകർപ്പുകളും മറ്റും നിയമസഭയിൽ MLAമാർ ചോദ്യമായി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ നൽകുകയാണ് പതിവ്. ഇതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് അത് നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ MLAയോട് അത് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നത്. ഇത് MLAമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അവജ്ഞയാണ് ഇത് നിയമസഭാ ചോദ്യങ്ങളോടുള്ളത്. അതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടൽ വേണം. നിയമസഭാ ചോദ്യം മുഖേന നിയമസഭാ സാമാജികർ ആരായുന്ന കാര്യങ്ങൾക്ക് വിവരാവകാശ പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നത് നിയമസഭയോടുള്ള അവഹേളനവും അത് എന്റെ പ്രത്യേക അവകാശങ്ങൾക്ക് മേലുള്ള കടുത്ത ലംഘനവുമാണ് എന്നാണ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത്. ഈ രീതിയിൽ നിയമസഭയെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരം ഉത്തരം തയ്യാറാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഭാവിയിൽ നിയമസഭാ ചോദ്യങ്ങൾക്ക് ഇത്തരം ഉത്തരം തയ്യാറാക്കുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഉത്തരം തയ്യാറാക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ AM ഷംസീറിന് കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മറുപടി വിചിത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ നിയമസഭയിൽ MLAമാർ ചോദ്യമായി ബന്ധപ്പെട്ട ഫയലുകൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ പകർപ്പുകൾ ഈ ഉത്തരത്തിനൊപ്പം അറ്റാച്ച് ചെയ്ത് നൽകുക എന്ന രീതിയാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില അന്വേഷണ റിപ്പോർട്ടുകൾ അടക്കം ആ രീതിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, നിയമസഭ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട DPRന്റെ പൂർണ്ണ രൂപം പോലും യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് ഒരു നിയമസഭാ ചോദ്യത്തിലുള്ള മറുപടിയായിട്ടായിരുന്നു എന്ന് ഓർക്കുക. അങ്ങനെ കാര്യങ്ങൾ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിവരാവകാശ നിയമപ്രകാരം, അത് ഏതൊരു സാധാരണക്കാരനും ആശ്രയിക്കാൻ കഴിയുന്ന കാര്യമാണ്, വിവരാവകാശ നിയമപ്രകാരം പോയി വാങ്ങിക്കോ എന്ന് പറയുന്നത്. അത്രയും വിചിത്രമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ മന്ത്രി OR കേളുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും മന്ത്രിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരാണ് ഈ മറുപടികളൊക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ സഭയോട് കാണിക്കുന്ന അവജ്ഞയും അവഹേളനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത്. ധന്യ.